നമസ്കാരം. രാജ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 4ാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. 9 സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും 96 ലോക്സഭാ മണ്ഡലങ്ങളിലെ ജനങ്ങളാണ് ഇപ്പോൾ വിധി എഴുതി തുടങ്ങിയിരിക്കുന്നത്. 96 മണ്ഡലങ്ങളിലായി 1717 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. ആന്ധ്രാപ്രദേശിലെ 25 മണ്ഡലങ്ങളിലേക്കും അതിനോടൊപ്പം തെലങ്കാനയിലെ 17 മണ്ഡലങ്ങളിലേക്കും ഇത്തവണ ഒറ്റ ഘട്ടമായി തന്നെ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ഉത്തർപ്രദേശിൽ 13, മഹാരാഷ്ട്രയിൽ 11, മധ്യപ്രദേശ്, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലെ 8 മണ്ഡലങ്ങൾ വീതവും ബീഹാറിൽ 5ഉം ഒഡീഷ, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലെ 4 മണ്ഡലങ്ങളിലും ഈ ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. ആന്ധ്രാപ്രദേശിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും ഇതിനോടൊപ്പം തന്നെയാണ് നടക്കുന്നത്. എന്തായാലും 4ാം ഘട്ടത്തിൽ മത്സരം നടക്കുന്ന 96 സീറ്റുകളിൽ 2009 കോൺഗ്രസ് നേടിയത് 50 സീറ്റുകളായിരുന്നു. ബാക്കിയുള്ളതിൽ ഭൂരിപക്ഷവും കോൺഗ്രസിന്റെ തന്നെ സഖ്യകക്ഷികൾ നേടുകയും ചെയ്തിരുന്നു. പക്ഷേ 2014 എത്തിയപ്പോൾ 3 സീറ്റുകളിലേക്കാണ് കോൺഗ്രസ് കൂപ്പുകുത്തിയത്. 2019 എത്തിയപ്പോൾ നില മെച്ചപ്പെടുത്തി 6 സീറ്റുകൾ കോൺഗ്രസ് സ്വന്തമാക്കി. അതേസമയം 2009 മുതൽ BJP ഇവിടെ പരിശ്രമങ്ങളുടെ ഭാഗമായി സീറ്റ് നില ഉയർത്തിയ ഒരു കാഴ്ച കൂടി നമുക്ക് കാണാൻ സാധിക്കും. 2009 BJP 96 സീറ്റുകളിൽ 10 ഇടത്ത് മാത്രമേ വിജയം കണ്ടിരുന്നുള്ളൂ. പക്ഷേ 2014 എത്തിയപ്പോൾ അത് 38 സീറ്റുകളായി, 2019 അത് 42 സീറ്റുകളായി ഉയർത്താൻ BJPക്ക് സാധിച്ചിരുന്നു. എന്തായാലും ആദ്യ മണിക്കൂറിൽ BJP ഏറെ പ്രതീക്ഷ വെക്കുന്ന UPയിൽ ഉൾപ്പെടെ കനത്ത പോളിംഗ് തന്നെ രേഖപ്പെടുത്തുന്നുണ്ട്. ഇത് അവസാനം വരെ തുടരുമെന്നുള്ള പ്രതീക്ഷകളും രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം ഉണ്ട്. സീറ്റ് നില ഇനിയും ഉയർത്താൻ സാധിക്കും ഈ മണ്ഡലങ്ങളിലൊക്കെയും എന്ന് തന്നെയാണ് BJP പ്രതീക്ഷിക്കുന്നത്. എന്നാൽ പഴയ പ്രതാപം തിരികെ പിടിക്കാനാണ് കോൺഗ്രസും സഖ്യകക്ഷികളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.